ഹായ് ഗായ്സ്. അപ്പം ഞാൻ ദേവിയുടെ ഫോട്ടോ വരച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ജസ്റ്റ് കംപ്ലീറ്റ് ആക്കിയില്ല, ഇത്രയും വരെ ആയതേ ഉള്ളൂ. അപ്പം ഒരാൾ ഇന്നലെ വീഡിയോ ഇടുന്നത് കണ്ടു, ഡ്രസ്സിലൊക്കെ ഞാൻ പെയിൻ്റായി, അപ്പം അതെല്ലാം കത്തിച്ച് കളയാൻ പോവുകയാണ്. ഞാൻ ഉൾപ്പെടെ പലരും പെയിൻറ്റ് ചെയ്യുന്നവരുണ്ട്. അവരുടെയൊക്കെ മേത്തോ ഡ്രസ്സെല്ലാം ഒരു നുള്ളു പോലും ചിലപ്പോൾ ആവത്തില്ല. കൂടിപ്പോയ കയ്യിൽ ഇവിടോ അല്ലെങ്കിൽ ഇവിടെ വല്ലതൊക്കെ ആയെന്ന് വരും. അല്ലാതെ അതിനപ്പുറത്തേക്ക് ഡ്രസ്സെല്ലാം ഇങ്ങനെ ആവത്തില്ല. ആവാതിരിക്കണം എന്നുണ്ടെങ്കിൽ പ്രൊഫഷണലായിട്ട് പഠിച്ചിട്ടില്ലെങ്കിൽ പോലും അതിൻ്റേതായിട്ടുള്ള രീതിക്ക് മനസ്സറിഞ്ഞ് വരയ്ക്കുക, പെയിൻറ്റ് ചെയ്യുക എന്നുണ്ടെങ്കിൽ ഒരിക്കലും ആവത്തില്ല. അല്ലാതെ കുറേ പെയിൻറ്റ് ഇതുപോലെ വാങ്ങിച്ചിട്ട് ഇങ്ങനെ കുറേ ഒരു ഡപ്പയ്ക്കകത്തോട്ട് ഒഴിച്ച് വേറെ ഒരെണ്ണം എടുത്ത്, എക്സാമ്പിൾ കാണിക്കുകയാണ്, ഇതും കൂടെ എടുത്ത് ഇങ്ങനെ കമത്തി ഒരു ഇതിനകത്ത്, ഇതിപ്പോൾ ഒരു ബൗളാണെന്ന് വെച്ചോ, എന്നിട്ട് ഇങ്ങനെ കറക്കിക്കൊണ്ടിരുന്നത് പകുതി പെയിൻറ്റ് ഈ ബ്രഷിൻ്റെ ഇവിടം വരെ പറ്റിപ്പിടിച്ചിരിക്കും. അത്രയും വേസ്റ്റ് ആവുക ചെയ്യുന്നത്. ഒരളവനുസരിച്ച് പിള്ളേർക്ക് മരുന്നെടുക്കുന്ന അല്ലെങ്കിൽ നമുക്ക് മരുന്നെടുക്കുന്ന അനുസരിച്ച് എടുക്കുക. അതാദ്യം പഠിക്കണം. ഒരു മിനിമം 9ാം ക്ലാസ് വരെ പഠിച്ചാണല്ലേ പറഞ്ഞത്. അതിൻ്റെ ഒരു കോമൺ സെൻസ് എങ്കിലും കാണിച്ചുകൂടായോ? അതും പോരാഞ്ഞിട്ട് പെയിൻറ്റ് പറ്റിപ്പിടിച്ചിരിക്കുകയാണ്, ഈ ഭാഗത്തൊക്കെ കട്ട പിടിച്ചിരിക്കുന്നു എന്ന് കണ്ടാൽ ജസ്റ്റ് ഇതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒരു തുണി എടുക്കുക. ഇത് കുഞ്ഞിൻ്റെ ഡ്രസ്സാണ്. അപ്പം അത് സൈഡിൽ കൂടെ ഇങ്ങനെ റബ്ബ് ചെയ്താൽ ജസ്റ്റ് പോകാവുന്നതേ ഉള്ളൂ. ഇതുകൊണ്ട് ഇവിടെ ഇത്രയേ ഉള്ളൂ, ഇതിലധികം ഇല്ല. അത്രയെങ്കിലും ചെയ്യാനുള്ള ബോധം ഇല്ലേ? അറിയാൻ വയ്യ, എന്നിട്ട് ചോദിച്ചതാ. ഇതെടുത്ത് നോക്കിയാലും മിക്കവാറും ഇതേലും കാണും. ഇതേലും ഉണ്ട്. ഇതുണ്ട്, ഇവിടെയൊക്കെ പറ്റി പിടിച്ചിരിപ്പുണ്ട്. ഞങ്ങളൊക്കെ കാണിച്ചു തരാം. കണ്ട, ഇതാണേലും ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ചെറുതായിട്ട് ബലം പിടിച്ച് തുടച്ചാൽ മാത്രം മതി. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. താത്തേ ഒന്ന് ശ്രദ്ധിച്ചോണം കേട്ടോ. അപ്പോൾ ഗുഡ് നൈറ്റ്.